ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് മിക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരുന്ന താത്ത ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഈ പൗഡർ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇത് എന്തൊക്കെ ഇതിന് ആവശ്യമായത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി എല്ലാ നട്ട്സുകളും എല്ലാം കഴുകി വൃത്തിയാക്കി ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നല്ല ഉണക്കിയെടുക്കുകയും ചെയ്യാം. എള്ളൊക്കെ പ്രത്യേകിച്ച് കഴുകണമല്ലോ, അപ്പോൾ അതൊക്കെ നല്ല കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചതായിരുന്നു കേട്ടോ തലേ ദിവസം. പിറ്റേ ദിവസമാണ് അത് വറുത്തെടുത്തത്. നട്ട്സുകളെല്ലാം കഴുകണമെന്നില്ല, എന്നാലും നമ്മൾ കഴുകിയാലാണല്ലോ ഒന്നും കൂടി വൃത്തിയായി കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി താത്തൊന്ന് കഴുകി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിരുന്നു. ഒക്കെ 200-250 വാങ്ങിച്ച് നമുക്ക് 1 കിലോൻ്റെ അടുത്തായിട്ട് നമുക്ക് പൗഡർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി കുറച്ച് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പിസ്ത, ബദാം, കാഷ്നട്ട്, വാൾനട്ട്, കുറച്ച് ചെറുപയർ, അരി, തേങ്ങ, പിന്നെ നിലക്കടല, അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അതൊക്കെ നട്ട്സുകളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിക്ക് നമ്മൾ കുറച്ച് അരി കഴുകി വറുത്ത് പൊടിക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സുകളൊക്കെ എല്ലാം കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് അരി നല്ല കഴുകി വൃത്തിയാക്കി അതും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി പൊടിച്ച് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൗഡറാക്കിയിട്ടും കഴിക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല മിക്സാക്കി നൈസായി പൊടിച്ച് പാലിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് മിക്സാക്കിയിട്ട് കുറേശ്ശെ ആയിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ പിന്നെ ഓരോന്നായിട്ട് ഓരോ നട്ട്സുകളായിട്ടും പൊടിച്ചെടുക്കാം. വാൾനട്ടായിട്ടും ബദാമായിട്ടും നിലക്കടലായിട്ടും ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിലക്കടല കുറച്ച് വറുക്കാത്ത കടലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വെച്ച് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ചെറുതായി വറുത്തെടുത്ത കടലയായിരുന്നു. പിന്നെ ഒന്നിച്ച് എല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് കൊപ്രയായിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ഉണങ്ങിയ തേങ്ങ, അതെടുത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്. അതിനായിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട്. ശർക്കര പൊടിച്ചിടണം കേട്ടോ, നല്ലോണം ഒന്നും കൂടി ഒരു ഇതാവുള്ളൂ. ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട്. ശർക്കര മെൽറ്റായി വന്നപ്പോൾ എല്ലാ നട്ട്സുകളും കൂടി പൊടിച്ച് പിന്നെ കുറേശ്ശെ പൊടിച്ചിട്ട് ഒന്നിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ നല്ലതുപോലെ നൈസാക്കി പൗഡറാക്കി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരി കുറച്ച് പൊടിയാണ്ടായിരുന്നു. അരി എള്ളും കൂടി പൊടിച്ച സമയത്ത് പിന്നെ എള്ള് പെട്ടെന്ന് പൊടിയല്ല, അരിയും നല്ല വറുത്താൽ നല്ല പൊടിയും. ഇത് കുറച്ച് പൊടിയാത്ത പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര വേണമെന്നില്ല കേട്ടോ. പനക്കൽക്കണ്ടായാലും കൽക്കണ്ടായാലും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു പൗഡറാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ, എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.